ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വീലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് കാഞ്ചീപുരം ഇഡ്ഡലി. കുറേ പേരൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഇഡ്ഡലി റൈസ്, ഏത് ഗ്ലാസ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഗ്ലാസ് തന്നെ എല്ലാ മെഷർമെൻറ്റ്സിനും യൂസ് ചെയ്യണം. 1 കപ്പ് റോ റൈസ്, അതായത് പച്ചരി. 2 കപ്പ് അരിയാണ് യൂസ് ചെയ്തേക്കുന്നത്. 1 കപ്പ് ഇഡ്ഡലി അരിയും 1 കപ്പ് പച്ചരി. ഇത് നന്നായിട്ട് 2-3 വട്ടം കഴുകി നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് വെച്ച് നല്ലതായിട്ട് കുതിർത്തെടുക്കണം. ഒരു മിനിമം 5-6 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടണം നമുക്ക് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഉഴുന്ന് എടുക്കാം. 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. 2-3 ടൈംസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതും ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. സെയിം ടൈം ഒരു 6 hours നന്നായിട്ട് അരി ഉഴുന്നൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ കോൾഡ് വാട്ടർ യൂസ് ചെയ്ത് അരയ്ക്കാൻ ശ്രമിക്കുക. ഉഴുന്നരയ്ക്കാൻ കോൾഡ് വാട്ടറാണ് ബെറ്റർ. നമുക്ക് കുറച്ചുകൂടെ അത് പൊങ്ങിക്കിട്ടും. ഉഴുന്ന് എന്താ പറയുന്നത്, തണുത്ത വെള്ളത്തിൽ അരച്ചാൽ കുറച്ച് വർദ്ധിക്കും എന്ന് പറയാറുണ്ട്. കോൾഡ് വാട്ടർ പ്രിഫറബിൾ. അതുപോലെ അരിയും അരച്ചെടുക്കാം. അരി കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് സ്മൂത്ത് ആകരുത്. ഉഴുന്ന് പക്ഷേ നല്ല സ്മൂത്തായിട്ട് വേണം. നല്ല വെണ്ണ പോലെ, നല്ല തെന്നുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കണം. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് അടച്ചു വെക്കണം. ഒരു 8 hours മിനിമം വേണം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്ലൈമറ്റ് ഓൾസോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഒരു ഓവർനൈറ്റ് ഇത് അടച്ചു വെച്ചായിരുന്നു ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്. ഫെർമെൻറ്റേഷന് വെയിറ്റ് ചെയ്യാം. പൊളിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഓക്കെ, രാവിലെ ഞാൻ എണീറ്റ് നമ്മുടെ മാവൊക്കെ തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം നമുക്ക് മാവ് കിട്ടാൻ, എന്നാലേ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ കുറേ നേരം കൂടി വെച്ച് വെയിറ്റ് ചെയ്ത് പൊങ്ങി വന്നതിന് ശേഷം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ എന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിക്കോണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം ഇഡ്ഡലി ഉണ്ടാക്കാൻ. എനിക്കിപ്പോൾ ഇത്രയും ആവശ്യമില്ല ഇന്നത്തെ ഇഡ്ഡലിക്ക്. ഞാനിതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ആക്കാൻ പോവാണ്. മാവിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ കടുക് വറുത്തെടുക്കുക. കടുക് വറുക്കുക എന്ന് വെച്ചാൽ ഇതിൽ കടുക് ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി അത്രയും മാവാണ് യൂസ് ചെയ്തതെങ്കിൽ ഒരു കരണ്ടി നെയ്യ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയാണ് കാണിച്ചു തരുന്നത്. അത്രയും നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ ജീരകം ആഡ് ചെയ്ത് കൊടുക്കും. ജീരകം ഒരു ടീസ്പൂൺ ജീരകം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. ഇതിലോട്ട് നമ്മൾ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ആവശ്യത്തിന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാറ്റി വെച്ച മാവിലോട്ട് നമ്മൾ മിക്സ് ചെയ്യും. അതിന് മുമ്പായിട്ടൊരു പ്രത്യേക കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ജിഞ്ചർ പൊടി, അതായത് ഡ്രൈ ജിഞ്ചർ പൊടി, ചുക്കുപൊടി നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ആക്കാം. ചുക്കുപൊടി ആഡ് ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത് മിക്സർ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പും ശ്രദ്ധിച്ചോണം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ കാഞ്ചീപുരം ഇഡ്ഡലിയുടെ മിക്സ്. ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മിക്സർ റെഡിയായി. അത് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഫൈനൽ ടച്ചിങ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ തൈര് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യണ്ട. നമ്മളിപ്പോൾ കാഞ്ചീപുരം ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി തട്ടിലല്ല കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ ഡവറ എടുത്തോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലോ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിനായിട്ട് പ്രത്യേക ചെമ്പ് പാത്രമൊക്കെ വേണം, പക്ഷെ അതൊന്നും എനിക്കിവിടെ ഇല്ല. സോ ഇത് യൂസ് ചെയ്താണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലോട്ട് നമ്മൾ എണ്ണ തടവി കൊടുത്ത് അതൊന്ന് ഇതാക്കി വെക്കണം. എന്നിട്ട് വേണം അതിലോട്ട് നമ്മൾ മാവ് ഒഴിക്കാൻ. സാധാരണ ഇഡ്ഡലി തട്ടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആഡ് ചെയ്യാം. നമ്മൾ കേക്കിൻ്റെയൊക്കെ ബാറ്റർ ആഡ് ചെയ്യുന്ന പോലെ നമ്മൾ പാത്രത്തിൻ്റെ പാതി മാത്രമേ മാവ് ആഡ് ചെയ്യാവുള്ളൂ. ഇത് നന്നായിട്ട് പൊങ്ങി വരും. സോ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിൻ്റെ പാതി മാവ് ആഡ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങളുടെ കുക്കിംഗ് ടൈം അഡ്ജസ്റ്റ് ആക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതിയാകും ഇത് വെന്ത് കിട്ടാൻ. മേളിൽ ക്രാക്ക് വരുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് വെന്തിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂത്ത് പിക്കോ വല്ലതും ഇൻസേർട്ട് ചെയ്ത് നോക്കാം ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന്. ഞാനിപ്പോൾ എൻ്റെ ഇഡ്ഡലി തട്ടിൽ വെള്ളം നിറച്ച് വെച്ച് ഇത് പാത്രങ്ങൾ ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. ഇറക്കി വെച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. വാഴയില കിട്ടുകയാണെങ്കിൽ വാഴയില ഈ ഗ്ലാസ്സിനകത്തോ ഈ പാത്രത്തിനകത്തോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മാവ് ഒഴിച്ച് വേവിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. എനിക്കിവിടെ വാഴയില കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിട്ട് മുളകാപ്പൊടിയാണ്. ഞാൻ മുളകാപ്പൊടിയുടെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് ഞാനിതിൽ ലിങ്ക് ചെയ്യാം. മുളകാപ്പൊടി അതിൽ നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത്
കഴിക്കുക. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഒരു കേക്ക് പോലെ ഉണ്ടല്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലതാണ്. എനിക്കെൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. സോ നമുക്ക് വെറൈറ്റി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. സോ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതാണ്. സോ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉണ്ടാക്കി നോക്കിയവരും കാണും. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വ്ളോഗ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് റെസിപ്പി. ബൈ.